ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഈച്ചേനെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹോം റെമഡിയാണ് പറയാൻ പോണത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന സാധാ ഗ്ലാസ് ഉണ്ടല്ലോ, അതിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മളെ കരയാമ്പൂ, ഗ്രാമ്പൂ എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവമാണ്. ഇത് ഞാനിവിടെ 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഒരു 10-25 ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ആദ്യം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒരു അല്പം കുറച്ച് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ആ കറക്റ്റ് എസൻസൊക്കെ ഇതിലേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ, ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ നമ്മളിതിപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമാണല്ലോ വെച്ചിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഏകദേശം 1 ഗ്ലാസ് ആയിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം വറ്റി ഏകദേശം 1 ഗ്ലാസ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീഡിയം വലുപ്പത്തിലുള്ള ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ നീരൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അങ്ങനെ ചെറുനാരങ്ങയുടെ നീര് ഞാനിവിടെ കംപ്ലീറ്റ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിക്കുമ്പോൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ടും ചൂടാറിയിട്ട് ഉണ്ടാവണം കേട്ടോ. ചൂട്ടോട് കൂടി ഒഴിക്കരുത്. ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഈ കരയാമ്പൊക്കെ എടുക്കുന്നുണ്ട്, അതുപോലെ ചെറുനാരങ്ങയുടെ കുരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ വെള്ളം അരിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു സാധാ ഒരു സോഡ കുപ്പിയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു കുപ്പിയിൽ ഇപ്പോൾ ഏകദേശം കണ്ടില്ലേ, 1 ഗ്ലാസ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചെറിയ ചായ ഗ്ലാസ്സിലാണ് 1 ഗ്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒഴിച്ച് വയ്ക്കാം. പിന്നെ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മളെ സിന്തറ്റിക് വിനീഗറാണ്, അതായത് സൊർക്ക എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഇതും നമ്മൾ എടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഉള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് 1 ഗ്ലാസ് നമ്മളെ സൊർക്കം കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുപ്പിയിൽ ഒഴിക്കുമ്പോൾ ഏകദേശം അതിൻ്റെ ഇരട്ടി ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കണക്കാക്കുക, ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇരട്ടി നമുക്ക് സുർക്കയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 50-50 ആയിട്ട് ഒഴിച്ചിട്ടുണ്ട് രണ്ടും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാം. ഷെയ്ക്ക് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളോട്ട് പണി, വളരെ സിമ്പിളാണ്. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈച്ച വരുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെറിയ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്കിത് പകർത്തിയതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ കുപ്പിയാണെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ മറ്റേ സ്പ്രേയറിൻ്റെ വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് നമുക്ക് ഈച്ചേനെ ഓടിക്കാവുന്നല്ലോ കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈച്ചയുടെ ശല്യം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറന്നു വരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചല്ലോ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്